കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉച്ചയ്ക്ക് അടിപൊളി ഒരു നാടൻ ഊണ് കിട്ടുന്ന ഒരു കട നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താം. വിഴിഞ്ഞത്ത് നിന്ന് പിടിച്ചിട്ട് വരുന്ന നല്ല ഫ്രഷ് മീൻ പൊള്ളിച്ചത് ഇവിടെ കിട്ടും. ഇത് നമ്മുടെ കട്ടച്ചൽ കുഴി വഴിയിടം റെസ്റ്റോറൻ്റാണ്. നാവിൽ രുചിയേറും വിഭവങ്ങളാണ് ഇവിടെ വിളമ്പുന്നത്. എന്തൊക്കെ വിഭവങ്ങളാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഉച്ചയ്ക്ക് ഒരു 12 മണി ആയിട്ടേ ഉള്ളൂ. എല്ലാവരും ഊണിനായി കട്ട വെയിറ്റിംഗ് ആണ്. അങ്ങനെ ഞങ്ങൾ ഊണ് കഴിക്കാനായി വന്നിരുന്നു. ഏത് വിശപ്പില്ലാത്ത ഒരാൾക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്ന് വിശക്കും. കാരണം എന്തെന്നോ, ഇവരുടെ വിളമ്പുന്ന രീതി. നല്ല വാഴയിലയിൽ ഇഞ്ചിയച്ചാർ, പച്ചടി, തോരൻ, അവിയൽ, കപ്പ ഇതൊക്കെയാണ് ഇവരുടെ സൈഡ് കൂട്ടാങ്ങൾ. നല്ല ചമ്പാവരിയുടെ ചോറും കൂടി ആയാൽ ഇന്നത്തെ ഊണ് ഉഷാറായി. ഈ ഊണിന് വെറും 70 രൂപ മാത്രം. നല്ല ഫ്രഷ് ചൂര ഫ്രൈയും നാടൻ കോഴിയിൽ ഉണ്ടാക്കിയ ചിക്കൻ തോരൻ, കാന്താരി ചിക്കൻ, ചിക്കൻ പരട്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ വിഭവങ്ങൾ. ആദ്യമൊക്കെ വൈകുന്നേരങ്ങളിൽ മാത്രം ഫുഡ് കൊടുക്കുന്ന ഒരു തട്ടുകടയായിരുന്നു ഈ വഴിയോരം തട്ടുകട. എന്നാൽ ഇനി ഉച്ചയ്ക്ക് നല്ല സമൃദ്ധമായ നാടൻ കോഴിയിൽ തയ്യാറാക്കിയ വെറൈറ്റി വിഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ഊണ് തന്നെയാണ് അവർ നമുക്കായി വിളമ്പുന്നത്. ഇനി കപ്പ മാത്രം ആവശ്യമുള്ളവർക്ക് കപ്പയും നല്ല നാടൻ കോഴി പെരട്ടും ഇവിടെ വന്നാൽ കഴിക്കാം. ഒരു 2 മണിയോടുകൂടി ഊണിൻ്റെ സമയം അങ്ങ് കഴിയും. പിന്നെ അത് കഴിഞ്ഞാൽ ഇനി അടുത്തുള്ളത് നല്ല പെറോട്ടയും നാടൻ കോഴി പെരട്ടും, കാന്താരി ചിക്കനും, ബീഫ് പെരട്ടും, ചിക്കൻ തോരനൊക്കെ ഉണ്ട്. ഇതെല്ലാം നാടൻ കോഴിയിലാണ് അവർ ചെയ്യുന്നത് കേട്ടോ. ഒന്നും ബ്രോയിലർ അല്ല. ചിക്കൻ ഫ്രൈക്ക് മാത്രമേ അവർ ബ്രോയിലർ ചിക്കൻ എടുക്കത്തുള്ളൂ. ഇവിടുത്തെ കാന്താരി ചിക്കനും ചിക്കൻ തോരനും ഒക്കെ ഒരു രക്ഷയില്ല. പമ്പൻ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ കാന്താരി ചിക്കൻ. 2 മണി കഴിഞ്ഞതോടുകൂടി അടുത്ത പൊറോട്ടയുടെ പരിപാടിയൊക്കെ സ്റ്റാർട്ടായി. ഇനി വൈകുന്നേരത്തേക്കുള്ള ഫുഡ് തയ്യാറാക്കുന്നതിൻ്റെ തിരക്കിലാണ്. അടിപൊളി പഴംപൊരി ബീഫും വേണേലും കോമ്പിനേഷൻ ഇവിടെ ഉണ്ട്. പഴംപൊരിയും ബീഫും ഉണ്ടെങ്കിൽ കൂടിയും ഇവിടെ വരുന്നവർ ചോദിക്കുന്നത് കാന്താരി ചിക്കനും പഴംപൊരിയുമാണ്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. കാന്താരിയുടെ എരിവും പഴംപൊരിയൊക്കെ ഒന്നിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. ഇനി വൈകുന്നേരത്തേക്കുള്ള ബീഫ് തയ്യാറാക്കുകയാണ്. ഇവരുടെ ഒരു പ്രത്യേക മസാല കൂട്ടുണ്ട്. അത് ആദ്യമേ എണ്ണയിലിട്ട് ഇങ്ങനെ വറുക്കുകയാണ് ചെയ്യുന്നത്. ശേഷമാണ് ബീഫ് ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. ഇതിൽ ഒട്ടും തന്നെ ഉള്ളി ചേർക്കുന്നില്ല എന്നതാണ് സത്യം. നാടൻ വെളിച്ചെണ്ണ തന്നെയാണ് പാചകത്തിനും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബീഫ് പെരട്ടിന് ടേസ്റ്റും കൂടുതലാണ്. ഊണ് കഴിച്ചായിരുന്നോ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ. റേറ്റ് എങ്ങനെ? കുഴപ്പമില്ലല്ലോ. റെസ്റ്റോറൻറ്റ് വലുതാണോ ചെറുതാണോ എന്നതിലല്ല കാര്യം. നല്ല ഭക്ഷണം എവിടെയാണോ വിളമ്പുന്നത് അവിടെ നല്ല തിരക്കുമായിരിക്കും. നാടൻ കോഴിക്ക് ഫേമസ് ആയ കട്ടച്ചൽ കുഴിയിൽ വഴിയിടം റെസ്റ്റോറൻറ്റ് ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലും ഇടം പിടിച്ചു കഴിഞ്ഞു. ലൊക്കേഷൻ വരുന്നത് കട്ടച്ചൽ കുഴി നാളികേര ഗവേഷണ കേന്ദ്രത്തിൻ്റെ എതിർവശത്തായിട്ടാണ് വഴിയിടം റെസ്റ്റോറൻറ്റ്.